കണ്ണൂർ പഴയങ്ങാടി പാലത്തിൽ ഗ്യാസ് ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. പുലർച്ചെ 1:30-യോടെയാണ് അപകടം. വാതക ചോർച്ച ഇല്ല എന്നാണ് പ്രാഥമിക നിഗമനം. പഴയങ്ങാടി പയ്യന്നൂർ പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. സജോ ദേവസ്വം നൽകും കണ്ണൂരിൽ നിന്നും അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. സജോ, പഴയങ്ങാടി പാലത്തിലാണ് ഈ അപകടം ഉണ്ടായത്. വാതക ചോർച്ച ഇല്ല എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ടോ? ഈ വളപട്ടണം ഭാഗത്തുനിന്ന് ഇപ്പോൾ തളിപ്പറമ്പ് വഴി മാത്രമാണോ വാഹനങ്ങൾ കടന്നു പോകുന്നത്? പ്രജൻ, താൽക്കാലികമായി ഈ പാതയിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൽ നിന്നും അഗ്നിരക്ഷാ സേനയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിൽ വാതക ചോർച്ച ഇല്ല എന്നതാണ് നിഗമനം. അതേസമയം ഒരു മുൻകരുതലിന്റെയും സുരക്ഷയുടെയും ഭാഗമായാണ് ഇപ്പോൾ വാഹനങ്ങൾ അവിടെ അതുവഴി കടത്തിവിടാതിരിക്കുന്നത്. കാരണം മംഗലാപുരത്ത് നിന്ന് വന്ന ടാങ്കറാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ അമിത വേഗതയിലായിരുന്നു ഗ്യാസ് ടാങ്കർ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദൃക്സാക്ഷികളിൽ നിന്നും മറ്റും. വാഹനത്തിൽ ആദ്യം ഒരു ടെമ്പോ ട്രാവലറിലും പിന്നീട് മറ്റ് 2 വാഹനങ്ങളിലും ഇടിച്ചു. ട്രാവലറിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മറ്റ് 2 വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന അതിനുശേഷമാണ് ഈ വാഹനം മറിഞ്ഞത്. പക്ഷേ ഈ വാതക ചോർച്ച ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. അതേസമയം ഈ വാഹനം അവിടെ നിന്ന് മാറ്റണമെങ്കിൽ, ഈ ടാങ്കർ മാറ്റണമെങ്കിൽ കൂടുതൽ വൈദഗ്ധ്യമുള്ള ആളുകളുടെ സേവനം കൂടി വേണ്ടതുണ്ട്. അതുകൊണ്ട് തിരക്കിട്ട് വാഹനം മാറ്റുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അതിന്റെ ഒരു അപകട സാധ്യതയും മറ്റും പരിഗണിച്ച് ഇപ്പോൾ വാതക ചോർച്ച ഇല്ല എന്നത് ആശ്വാസകരമായ ഒരു സാഹചര്യം. പക്ഷെ ഒരു മുൻകരുതലിന്റെ ഭാഗമായി മറ്റും ഗതാഗതം താൽക്കാലികമായി തടഞ്ഞിട്ടുണ്ട് പോലീസ്. അവിടെ ഈ അഗ്നിരക്ഷാ സേനാംഗങ്ങളും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ മംഗലാപുരത്തു നിന്നും മറ്റോ ഇതിനകം തന്നെ ഇത് നീക്കാനുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അവർ കൂടി വന്നതിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ കാര്യമായ എന്തെങ്കിലും ഇടപെടൽ നടത്താൻ കഴിയുകയുള്ളൂ എന്ന നിലയിലാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മുൻകരുതലിന്റെ ഭാഗമായി മറ്റു വാഹനങ്ങൾ അവിടെ അപകടത്തിൽപ്പെട്ട മറ്റു വാഹനങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഈ ഗ്യാസ് ടാങ്കർ എന്ന നിലയ്ക്ക് തന്നെ അതിന്റെ സുരക്ഷാ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമായിരിക്കും തുടർ നടപടി സ്വീകരിക്കാൻ കഴിയുക. ഈ അപകടത്തിൽ പരിക്കേറ്റ മറ്റാളുകൾ, അതായത് ഈ ട്രാവലറിലും മറ്റു 2 വാഹനങ്ങളിലും ഉണ്ടായിരുന്ന ആളുകളൊക്കെ ആശുപത്രിയിൽ ചികിത്സ തേടി. അവരുടെ ഒന്നും പരിക്ക് ഗുരുതരമല്ല. മറ്റ് ഈ വാഹനങ്ങൾക്ക് കാര്യമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ പരിക്ക് ഗുരുതരമല്ല. പഴയങ്ങാടിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഏറ്റവും കാര്യമായ ഗതാഗതം കണ്ണൂരിലേക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ്. തൽക്കാലത്തേക്ക് അതുവഴി വാഹന ഗതാഗതം അനുവദിക്കാൻ കഴിയുകയില്ല അപകട ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ എന്നതാണ്. ഈ പെരിങ്ങോം ക്യാമ്പിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെയും സ്ഥലത്ത് തന്നെ ക്യാമ്പ് ചെയ്യുന്നു. ഏതെങ്കിലും തരത്തിൽ അപകട സാധ്യതയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അവർ അവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ തരത്തിൽ മംഗലാപുരത്തു നിന്നുള്ള ആളുകൾ കൂടി എത്തിയതിനു ശേഷമായിരിക്കും ഇപ്പോൾ ടാങ്കർ നീക്കുന്ന കാര്യത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതല്ല, ഫയർഫോഴ്സ് സേവനം കൊണ്ട് തന്നെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. തൽക്കാലം ഈ ടാങ്കർ ഇവിടെ നിന്ന് നീക്കിയിട്ടില്ല, അവിടെ തന്നെ തുടരുന്നുണ്ട്. പക്ഷെ ചോർച്ചയില്ല എന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഏകാശ്വാസം. ശരി സജു, എന്തായാലും വാതക ചോർച്ചയില്ല എന്നത് ആശ്വാസമാണ്. എന്തായാലും ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഈ പാതയിൽ നിന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ യാത്ര ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. മംഗലാപുരം ഭാഗത്തു നിന്നൊക്കെയുള്ള വലിയ വണ്ടികൾ അടക്കം കണ്ണൂരിലേക്ക് കടക്കുന്നത് പഴയങ്ങാടി വഴിയാണ്. ഇപ്പോൾ ഈ ഗ്യാസ് ലോറി അവിടെ അപകടത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ ആ മേഖലയിൽ ഇപ്പോൾ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്.